ഹായ് ഫ്രണ്ട്സ്, ഇതാണ് കൊഴുപ്പ. ഞങ്ങളുടെ നാട്ടിൽ ഇതാണ് പേര്. പല പേരുകൾ ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഇത് വിത്ത് വിതറി മുളപ്പിച്ച് ഒന്നും ഉണ്ടാക്കണ്ട. പ്രത്യേക കാലത്തെ ഉണ്ടാവൂ എന്നൊന്നും നോക്കുകയേ വേണ്ട, എന്നും ഉണ്ടാകും. എല്ലാ ദിവസവും ഒരു ഇലക്കറി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം. പ്രത്യേകിച്ച് ഷുഗർ ഉള്ളവർ ശ്രദ്ധിച്ചാലേ വൈറ്റമിൻസ് എല്ലാം നമുക്ക് കിട്ടൂ. ഇതിന് ധാരാളം വെള്ളം വേണം. വെള്ളത്തിലാണ് ഇത് വളരുക. ആലപ്പുഴ, എറണാകുളം ഇവിടെയെല്ലാം സുലഭമായി ഉണ്ടാകും. വേനൽക്കാലത്തും ധാരാളം വെള്ളം ഉണ്ടെങ്കിൽ ഉണ്ടാകും. ചെറിയൊരു കുഴിയെടുത്ത് വെള്ളം നിറച്ചാൽ ഇതിൻ്റെ ഒരു തണ്ട് ആ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്താൽ മതിയാകും. നന്നായി തടിച്ച് കൊഴുത്ത് വളരും. ഏത് സ്ഥലത്തും ഇങ്ങനെ ചെയ്താൽ നന്നായി വളരും. നമുക്ക് എന്നും ഇലക്കറി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്യാം. ഇതാ ഈ കൊഴുപ്പ ഇങ്ങനെ അരിഞ്ഞ് തോരൻ വയ്ക്കാം. നമ്മൾ മറ്റ് ഇലകൾ തോരൻ വയ്ക്കുമ്പോൾ തേങ്ങ, വെളുത്തുള്ളി, പച്ചമുളക്, മഞ്ഞൾ, ചെറിയ ഉള്ളി എല്ലാം ചേർത്ത് മിക്സിയിൽ ഒന്ന് ചെറുതായി കറക്കണം. 5 മിനിറ്റ് കൊണ്ട് തോരൻ റെഡി. കൂടുതൽ സമയം അടുപ്പത്ത് വെക്കരുത്, സ്വാദെല്ലാം പോകും. ഇനി വെളുത്തുള്ളി, സവാള, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇതെല്ലാം ഇട്ട് മെഴുക്ക് വരട്ടി വയ്ക്കാം. പരിപ്പിട്ട് തേങ്ങ അരച്ച് നല്ല കറി വയ്ക്കാം. കർക്കിടക മാസത്തിൽ ഔഷധ ഗുണമുള്ള ഈ ചീര എല്ലാവരും ഒന്ന് ഉപയോഗിച്ച് നോക്കൂ.